നമ്മുടെ വീട്ടിൽ എപ്പോഴുള്ള ഏറ്റവും കുറഞ്ഞ ചേരുവ വെച്ചിട്ട് പുറംഭാഗം നല്ല മൊരിഞ്ഞിട്ടുള്ള ഉൾഭാഗം നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു അടിപൊളി പലഹാരത്തിൻ്റെയാണ് ഇന്നത്തെ റെസിപ്പി. ഉണ്ടാക്കിയെടുക്കാൻ നല്ല എളുപ്പമാണ്, നല്ല ടേസ്റ്റുമാണ് ഇത് കഴിക്കാനായിട്ട്. ഈവനിങ് സ്നാക്കായിട്ടും ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടൊക്കെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ എങ്ങനെയാണ് ഈ ഒരു പലഹാരം തയ്യാറാക്കുന്നത് നോക്കാം. അപ്പോൾ ഈ ഒരു പലഹാരം തയ്യാറാക്കിയെടുക്കാനായിട്ട് ആദ്യം തന്നെ ഒരു പാനിലേക്ക് 1.5 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് പാകത്തിന് ഉപ്പും കൂടെ ചേർത്തിട്ട് തിളപ്പിക്കാൻ വേണ്ടിയിട്ട് വെക്കാം. കൂടെ തന്നെ ഇതിലേക്ക് 1 ടീസ്പൂൺ മുളക് പൊടിയും അതുപോലെ തന്നെ 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. വെളിച്ചെണ്ണയ്ക്ക് പകരം നെയ്യ് ചേർത്ത് കൊടുത്താലും കുഴപ്പമില്ല. വെള്ളം നന്നായിട്ട് തിളച്ച് വന്നാൽ ഇനി ഇതിലേക്ക് 1 കപ്പ് അരിപ്പൊടി ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ആക്കിയിട്ട് ലോ ഫ്ലെയിമിലിട്ടിട്ട് കുറച്ച് സമയം നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം. അരിപ്പൊടി വറുത്തരിപ്പൊടി ആയാലും കുഴപ്പമില്ല, വറുക്കാത്തതായാലും കുഴപ്പമില്ല. നമ്മൾ സാധാരണ പത്തിരിക്കൊക്കെ എടുക്കുന്ന ആ ഒരു അരിപ്പൊടിയാണ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഒരു 3-4 മിനിറ്റ് നന്നായിട്ട് ലോ ഫ്ലെയിമിലിട്ടിട്ട് നന്നായിട്ട് മിക്സാക്കി എടുത്തതിന് ശേഷം ഇനി ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ഈ ഒരു മാവ് ചെറുതായിട്ടൊന്ന് ചൂടാറി വന്നാൽ ഇനി ഇതിലേക്ക് അത്യാവശ്യം വലുപ്പത്തിലുള്ള ഒരു ഉരുളക്കിഴങ്ങ് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് തൊലിയൊക്കെ കളഞ്ഞ് ഇതുപോലെ പുഴുങ്ങിയെടുത്തിട്ടുണ്ട്, നന്നായിട്ട് പുഴുങ്ങിയെടുത്തിട്ടുണ്ട്. അപ്പോൾ അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ ചെറിയൊരു സവാള ചെറുതായിട്ട് കനം കുറഞ്ഞ് അരിഞ്ഞിട്ട് അതും കൂടെ ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് വേണ്ടത് ഒരു പച്ചമുളക് കനം കുറഞ്ഞ് വട്ടത്തിൽ അരിഞ്ഞെടുത്തിട്ടുള്ളതും അതുപോലെ തന്നെ കുറച്ച് കൂടുതൽ അളവിൽ തന്നെ കറിവേപ്പില ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് അതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. മല്ലിയില കയ്യിലുണ്ടെങ്കിൽ കുറച്ച് മല്ലിയില ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് അതും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ. നിർബന്ധമൊന്നുമില്ല, കയ്യിലുണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ നന്നായിരിക്കും. അതുപോലെ തന്നെ ഇതിലേക്ക് 1 ടീസ്പൂൺ ചെറിയ ജീരകം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചെറിയ ജീരകത്തിൻ്റെ ഫ്ലേവർ ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ്. പിന്നെ ഇതിലേക്ക് വേണ്ടത് 1 ടീസ്പൂൺ ചിക്കൻ മസാലയാണ്. ചിക്കൻ മസാല നിർബന്ധമില്ല, കയ്യിലുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം, ഓപ്ഷനിലാണ്. ഇനി ഇവയെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ആക്കിയിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. നല്ല സോഫ്റ്റായിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. കുഴച്ചെടുക്കുന്ന സമയത്ത് വെള്ളം കുറവുണ്ടെങ്കിൽ കുറച്ച് ചൂടുവെള്ളം ചേർത്തിട്ട് മിക്സാക്കി എടുത്താലും മതിയാവും. നിങ്ങളെടുക്കുന്ന പൊടിക്കനുസരിച്ച് വെള്ളത്തിൻ്റെ അളവിലൊക്കെ വ്യത്യാസം ഉണ്ടാവും. അപ്പോൾ നല്ല സോഫ്റ്റായിട്ട് നന്നായിട്ട് കുഴച്ചെടുത്താൽ മുകൾ ഭാഗത്ത് കുറച്ച് എണ്ണ ഒന്ന് തടവി കൊടുത്തതിന് ശേഷം ഞാനിപ്പോൾ ഇത് 2 ബോൾസ് ആക്കിയിട്ട് മാറ്റിയിട്ടുണ്ട്. ഇനി ഇതൊന്ന് പരത്തിയെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു ചപ്പാത്തി പലകയിൽ കുറച്ച് വെളിച്ചെണ്ണ ഒന്ന് തൂവി കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതുപോലെ കൈ വെച്ചിട്ടോ അല്ലെങ്കിൽ ഒരു കുഴൽ വെച്ചിട്ടോ ഇത് നന്നായിട്ടൊന്ന് പരത്തിയെടുക്കാം. ഒരുപാട് കനം കുറഞ്ഞിട്ട് പരത്തിയെടുക്കേണ്ട ആവശ്യമില്ല. കുറഞ്ഞൊരു കനത്തിൽ ഒരു ചെറിയൊരു കട്ടിക്കാണ് ഇത് പരത്തിയെടുക്കേണ്ടത്. അപ്പോൾ നന്നായിട്ട് പരത്തിയെടുത്ത് കഴിഞ്ഞാൽ ഇതുപോലെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ കട്ട് ചെയ്തിട്ട് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. ഞാനിപ്പോൾ ഈ ഒരു രീതിയിലാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതേ രീതിയിൽ ബാക്കിയുള്ളതും കൂടെ ചെയ്തെടുക്കാം. വേണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഓരോ പീസും ഒന്ന് ഷേപ്പാക്കി സൈഡ് ഭാഗമൊക്കെ ഒന്ന് ഷേപ്പാക്കി കൊടുക്കുകയും ചെയ്യാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇനി ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു പാനിൽ കുറച്ച് ഓയിൽ, ഫ്രൈ ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ഓയിൽ ഒഴിച്ച് കൊടുക്കാം. ഓയിൽ നന്നായിട്ട് ചൂടായിട്ട് വന്നാൽ ഇതിലേക്ക് ആദ്യം കുറച്ച് കറിവേപ്പില ഇട്ടിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുന്നുണ്ട്. കറിവേപ്പിലിൻ്റെ ആ ഒരു ഫ്ലേവർ വരുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ്. എന്നിട്ട് ചൂടായിട്ടുള്ള എണ്ണയിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ഓരോന്നായിട്ട് ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. പിന്നെ ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് തന്നെ ഫ്രൈ ചെയ്തെടുക്കുക. ഒരു ഭാഗം ആയതിനു ശേഷം മാത്രം മറിച്ചിട്ട് കൊടുത്താൽ മതി. മറിച്ചിട്ട് കൊടുക്കുന്ന സമയത്ത് നല്ല സോഫ്റ്റായിട്ട് തോന്നുന്നുണ്ടാവും, പക്ഷേ ഫ്രൈ ആയിട്ട് നല്ല മൊരിഞ്ഞ് വരുന്ന സമയത്ത് ആ ഒരു പ്രശ്നമൊന്നും ഉണ്ടാവില്ല. അപ്പോൾ തിരിച്ചു മറിച്ചൊക്കെ ഇട്ടിട്ട് 2 ഭാഗവും നല്ല കളറൊക്കെ മാറി നല്ല മൊരിഞ്ഞ് കിട്ടിയാൽ എണ്ണയിൽ നിന്ന് മാറ്റാം. സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു അടിപൊളി പലഹാരമാണ്. പുറം ഭാഗം നല്ല ക്രിസ്പി ആയിട്ട് ചൂടോട് കൂടിയൊക്കെ കഴിക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ്. തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് അറിയിക്കാനും മറക്കരുത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ നല്ല അടിപൊളി വീഡിയോയുമായി വീണ്ടും വരാം. അതുവരെ ടേക്ക് കെയർ. ബൈ. താങ്ക് യു.